ഗായ്സ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊന്ന് ബീച്ചിൽ പോയിട്ട് നമ്മുടെ സ്വന്തം ചാവക്കാട് ബീച്ചിലൊന്ന് കറങ്ങി വന്നാലോ? അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേറെ ടീം അവിടെ നമ്മൾ കാത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ചാവക്കാട് ബീച്ച് ഫുള്ളൊന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഉമ്മയുടെ രണ്ട് അനിയത്തിമാർ, പിന്നെ അവരുടെ മോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ നേരെ വന്നപ്പോൾ തന്നെ ആദമനിക്ക് എല്ലാവർക്കും കൂടിയിട്ട് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഉമ്മയാണെങ്കിലോ ഭയങ്കര പേടിയായിട്ട് ഉമ്മാക്ക്, അയ്യോ കടലിൽ ഇറക്കണ്ട, ഒരു കുട്ടി അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയായിട്ട് അവർ സമ്മതിക്കാണ്ട് നേർന്ന കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ചായ കുടിച്ചിട്ട് ബീച്ചിൽ ഇറങ്ങാം ആദ്യമേന്നായിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള പഴംപൊരിയും കായ ബജി, അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസ, എഗ്ഗ് ബജി ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാത്തിനും ഓരോന്നും കഴിച്ച് അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. ഒന്നൊന്നല്ല കേട്ടോ. പിന്നെ നല്ല ചൂടുള്ള പഴംപൊരി ആയിട്ട് തന്നെ അത് ലാസ്റ്റിലാണ് കഴിക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ കുറച്ച് നേരം കടൽ കണ്ട് ആസ്വദിച്ച് നിന്നിട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്, അതുപോലെ തന്നെ കടൽ നല്ല തിരമാലകൾ കൂടുതലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ കടലിൽ ഇറങ്ങാതെ യാതൊരു രക്ഷയില്ല. അവിടെ ആണെങ്കിൽ എന്നിട്ട് ഉമ്മ ആയാലും കുഞ്ഞുമ്മായാലും ഒക്കെ ആണെങ്കിലും എന്നോട് കിടന്ന് പറഞ്ഞിട്ട് ചെപ്പോൾ കുട്ടികളുടെ കടലിൽ ഇറങ്ങേണ്ട നല്ല തിരയാണ്. ഇന്നലെ കണ്ടില്ല ഒരു കുട്ടി കടലിൽ തിരയിൽ പെട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിടന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കടലിൽ ഇറക്കാണ്ട് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ വീടെത്തുള്ളൂ. വീടെത്തിയാലും എനിക്ക് പൊറുതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഞാൻ കൈ പിടിച്ചിട്ട് ഞാൻ കടലിറക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ എൻ്റെ കൈ വിട്ടൊന്ന് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും ആ പിടുത്തം എന്തായാലും ഞാൻ വിട്ട് കൊടുക്കത്തില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ നല്ല തിരണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടുപേരെയും കൈ വിടാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും, ഒരു കയ്യിൽ ആദമും ഒരു കയ്യിൽ യെല്ലോ ബേബി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രണ്ടുപേരെയും കൈ മുറുക്ക പിടിച്ചിട്ടാണ് നിന്നിരുന്നത്. അവർക്ക് ആദമിനാണെങ്കിലും തിര വരണില്ല. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം എന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊരു തിര നല്ലത് ഇങ്ങോട്ട് വരണുണ്ട് കേട്ടോ. അതോടെ പേടിച്ച് മെല്ലെ ഞാനിങ്ങനെ നീങ്ങി പോകും തോറും അവിടുന്ന് ചെപ്പോ എന്നുള്ള വിളി കൂടി വരണം കേട്ടോ. കുട്ടികളായിട്ട് അവൾ പോൾ നോക്കുന്ന കേട്ടോ. അവിടെ കിടന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ പിന്നെ ഞാൻ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. രണ്ടുപേരും എൻ്റെ കയ്യിൽ കിടന്ന് തൂങ്ങിയായിരുന്നാണ് കേട്ടോ. ഞാൻ വിട്ടില്ല. ആദമ കുറേ നോക്കി എൻ്റെ കൈ വിട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ വിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മണ്ണിരുന്ന് കളിക്കൂട്ടോ. ഞാനായാലും എൻ്റെ മക്കളായാലും മണ്ണി കളി കുറച്ച് കൂടുതലാണ്. മണ്ണിൽ ഇങ്ങനെ എഴുതി കളിക്കൽ, മണ്ണിൽ വീടുണ്ടാക്കി കളിക്കലൊക്കെ ഞാൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ ആദമിനെ അവന് മണ്ണിങ്ങനെ വാരുക, എന്നിട്ട് അവനക്കൊരു ഒരു എന്താ പറയുക, പോവാൻ നേരത്തെ ഒരു പരിപാടി ഉണ്ട്. മണ്ണിങ്ങനെ മാന്തിയിട്ട് കയ്യിൽ പിടിക്കും. എന്നിട്ട് ഉമ്മച്ചി കൈ കഴുകിയില്ല, മണ്ണുണ്ട് കയ്യിൽ കഴുകിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും കടലിൽ ഇങ്ങനെ കൈ മുക്കിക്കുമല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ അവനക്കുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കടലിൽ നിന്ന് വേഗം ഇങ്ങോട്ട് കയറിയിട്ടോ. കാരണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വിളി കൂടിയോണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ മുഖമൊക്കെ പോയി. ഉമ്മക്കാകെ പേടിയിട്ട് ഉമ്മ കിടന്ന് ഇന്നെ ചീത്ത പറയട്ടെ കുഞ്ഞുമൊക്കെ. കുട്ടികളായിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങളായിട്ട് കയറി. എന്നിട്ട് ഇനി നമുക്കിനി അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. അത് ഇനി കടലിൽ കടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദമിനെ വിളിച്ചിട്ടുണ്ട്. ആദമിനെ ഇപ്പം ഭയങ്കര കുരുത്തക്കെടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കെടായിട്ട് കേട്ടോ. ഇപ്പം ആരും പേടിയില്ലാത്താണ്ടാന്ന് തോന്നുന്നു. ഇപ്പം ആ എല്ലാടെ ചെരുപ്പാട് ഇരിക്കണല്ലാണ്. കണ്ട തിര എവിടം വരെ തിര എത്തണമെന്ന് കണ്ടില്ല നിങ്ങൾ. ഭയങ്കര തിര കൂടുതലാണ് കേട്ടോ. ആ ചെരുപ്പ് പറയാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരുടെ ചെരുപ്പിലെ പൂഴിമണ്ണ് നിറച്ചുട്ട്. എന്നിട്ട് പിന്നെ തുടങ്ങിയത് എന്തിട്ടാണെന്നറിയോ? പാർക്ക്. ഉമ്മച്ചിയെ പാർക്കിൽ പോകാമെന്നാണ് കേട്ടോ. പിന്നെ കുറേ പരിചയക്കാരെ കണ്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ നടത്തത്തിൽ നിൽക്കുമ്പോൾ നിന്ന് ഓരോരുത്തർ സംസാരിച്ചിട്ടാട്ടോ പോണത്. അങ്ങനെ പിന്നെ എനിക്ക് ഫുള്ള് ഒരു എന്താ പറയുക, പൊറുതില്ലാത്തൊരു വാക്കായിരുന്നു. ഉമ്മച്ചിയെ പാർക്കിൽ പോകും വെച്ചേ. എനിക്കൊന്നും എല്ലാവരും പൈനാപ്പിൾ അവിടെ ഉപ്പിട്ടതൊക്കെ എല്ലാവരും പൈനാപ്പിൾ കഴിക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സമാധാനം കഴിക്കാൻ പറ്റില്ല ഇവൻ ഈ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നീ എല്ലാം കൂടി പാർക്കിൽ പോയിക്കോ, ഉണ്ണിനെ നീ നന്നായി നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൻ പോകാന്നിട്ട് പോയിട്ട്. പക്ഷെ അവൻ കാണാതെ ഞാൻ അവൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ഞാനുള്ളത് അവനക്ക് അറിയില്ല കേട്ടോ. പക്ഷേ അവന് എല്ലാ ബേബിനെ മാഷാ അല്ലാഹ് അവൻ നന്നായി നോക്കിയിട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവനെല്ലാത്തിലും അവളെ കയറ്റണ്, എല്ലാ റൈഡിലും അവൾ കറക്കിയിട്ട് കൊണ്ടടക്കണ്. അവന് പോണടത്തേക്കൊക്കെ അവളെയും കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇതിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളത് അവൻ കണ്ടിട്ടില്ല. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ കളിയുടെ ഹാലിൽ അവൾ ഇട്ടെറിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ അവളങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ അവൻ നടക്കണത്. അപ്പം ഞാൻ ആദമേ എന്ന് വിളിച്ചിട്ടോ.
അപ്പോൾ മൂപ്പരാൾ നോക്കണേ ഈ ഊനാല കയറുമ്പോൾ എന്നെ നീ തിരഞ്ഞു നോക്കണത് എൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഞാൻ വിളിക്കണ ഇട്ടിട്ട്. അപ്പം ഞാൻ വന്ന് ഇവിടെ ഇരുന്നിട്ട് അവർ നോക്കുന്നത് അവനക്ക് അറിയില്ല. അവൻ്റെ വിചാരം ഞാൻ അവിടെ ഇരുന്നിട്ട് പൈനാപ്പിൾ കഴിക്കുന്നതാണ്. പക്ഷെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി 2 ഊനാല കാട്ടിക്കൊടുത്തു. പക്ഷേ പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നിൻ്റെ പകുതി കൊണ്ടാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് പൈനാപ്പിൾ ഉപ്പിട്ടൊക്കെ കഴിച്ചു. പിന്നെ റൈഡിലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ, കാരണം ഒരു സുഖമല്ല. അതുകൊണ്ട് പിന്നെ റൈഡിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ല. എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ നടന്ന് പിന്നെ ആദ്യമ വെള്ളം ചോദിച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഉമ്മച്ചിയെ വെള്ളം എന്നെ സബൂറയാദമ്മ മേടിച്ചരാം. ഉമ്മച്ചിയെ വെള്ളം നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം മേടിക്കാൻ പോയതാണ്. ആ പോണ പോക്കിൽ ഞങ്ങൾ പാനിപ്പൂരി കൂടി കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. പാനിപ്പൂരും അതുപോലെ തന്നെ മസാലപ്പൂരിയും കഴിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പറഞ്ഞ ഈ 2 സാധനം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മസാലപ്പൂരും പാനിപ്പൂരി കേട്ടോ. പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളത്തിൽ സുനാമിയിൽ മുങ്ങി കിടക്കണ പോലെ കേട്ടോ. അങ്ങനെ 2 എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ പോയിട്ട് കഴിച്ചത് ഒന്നിനും കൊള്ളാത്ത സാധനമായി പോയിട്ടോ. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. കഴിച്ചു, നിറച്ചും കഴിച്ചു കേട്ടോ. ഇത് സെയിൽ ചെയ്യുന്ന 2 ബംഗാളികളെ കാണാൻ ശരിക്കും ഒരുപോലെ ട്വിൻസ് ആണെന്ന് ചോദിച്ചപ്പോൾ അല്ല, മാമയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത്രയും ചെറിയ മാമയെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇതായിട്ട് എന്നിട്ട് അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിക്കേണ്ടി കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പോണ നേരത്തെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ എന്നോട് ചോദിക്കേണ്ടത് നിനക്ക് ഏത് ഫ്ലേവർ ആണ്, നീ ഏതാണ് മേടിക്കുന്നത്, അത് എനിക്ക് മേടിച്ചു തന്നു. അപ്പോൾ അവൾ ബട്ടർ സ്കോച്ചും വിത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ മേടിച്ചത്. പിന്നെ ആദമിനും എല്ലാവർക്കും സ്ട്രോബെറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടോ. പിന്നെ രാത്രി കടലാണ് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ കടൽ രാത്രി കാണാൻ ഭംഗി എനിക്ക് അറിയേണ്ടിയിരുന്നില്ല കേട്ടോ. അത് ഞാൻ കുറച്ച് ഇപ്പോഴൊന്നുമില്ല, ഒരു 3 കൊല്ലം മുമ്പ് രാത്രി ബീച്ച് പോയപ്പോഴാണ് ഈ രാത്രിയാണ് കടൽ കാണാൻ ഭംഗി എന്നുള്ളതൊക്കെ അന്നാട്ടോ മനസ്സിലായത്. രാത്രി അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എന്താ പറയുക, പിന്നെ ഇവരെന്ന് പിന്നെ ടേസ്റ്റ് ചെയ്യാൻ ആദമിൻ്റെ എനിക്ക് കിട്ടില്ല. അങ്ങനെ പിന്നെ ഇവിടെ നമ്മളെ ഐസ്ക്രീമും പോയി അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്, വീട്ടിൽ പോവുകയാണ്. അപ്പൊ നമുക്കിനി